യെസ് മച്ചാമാരെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? മക്കളെ പറയടാ, എന്താ ഇന്നത്തെ പരിപാടി? എന്ത് വിസ? വലിയ വിസ. വലുതെന്ന് പറഞ്ഞ ഇത്ര ഉണ്ടാവോ? വലിയ സാധനം, വലുത്. അതിക്ക് മേലെ എന്ന് പറഞ്ഞാൽ അതിനുള്ള സാധനമുണ്ട്. അപ്പൊ മച്ചാമാരെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വലിയൊരു പീസ് ഉണ്ടാക്കിയിട്ട് പിള്ളേരുടെ വിശപ്പൊക്കെ മാറ്റാനായിട്ട് പോവാണ്. സാധാരണ ഇവന്മാർക്ക് ചെറുതുണ്ടാക്കി കൊടുത്ത് ഭയങ്കര പരാതിയാണ്. ചെറുത് പോരാ, ഇവനല്ലേ വിശപ്പിന്റെ അസുഖമുണ്ട്. പക്ഷെ ഭക്ഷണം കണ്ടു കഴിഞ്ഞ് 2 പീസ് കഴിക്കുമ്പോഴേക്കും അയ്യോ ആ ഒരു ഫീൽ ആയി പോകും. ഏതായാലും അണ്ണന്മാർക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിട്ട് ഇന്ന് വലിയൊരു പീസ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ പ്രവീൺ മച്ചാനെ, നിനക്കും വേണ്ട പീസ? അപ്പൊ പരിപാടി തുടങ്ങിയാലോ? അപ്പൊ നമ്മൾ നേരെ നമ്മുടെ പരിപാടി തുടങ്ങാണ്. നേരെ നമ്മുടെ കിച്ചണിലേക്ക് വിട്ടാലോ? അപ്പൊ മച്ചാമാരെ, നമ്മൾ പറഞ്ഞ പോലെ ചെറിയ പീസ ഒന്നല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, വലിയ പീസയാണ്. അതുകൊണ്ടല്ലേ വലിയ പാത്രം, വലിയ അടപ്പ് എല്ലാം വലുത് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഐറ്റംസ്, മോനെ ബാക്കിലോട്ട് വാടാ, സാധനം കാണിച്ചു കൊടുക്കട്ടെ. നമ്മൾ വാങ്ങിയിരിക്കുന്ന ഐറ്റംസ് നോക്കി, ഇത്രയും വലിയ പീസ ആയതുകൊണ്ട് തന്നെ ഇത്ര അധികം സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇനി ഇതേ കാര്യപരിപാടിയിലേക്ക് കിടക്കാം. അപ്പൊ മച്ചാമാരെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ കലവറാട്ട. അപ്പൊ കലവറയിലെ മെയിൻ ഡിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പച്ചക്കറികൾ നമുക്ക് കാണാൻ പറ്റും. തക്കാളി ഉണ്ട്, ക്യാപ്സിക്കം 3 കളറുണ്ട്, ബ്രൊക്കോളി ഉണ്ട്, നമ്മുടെ കുഞ്ഞി തക്കാളി ഇല്ലേ, നമ്മുടെ ചെറി ടൊമാറ്റോ പോലത്തെ ഇത് സംഭവം. ചെറി ടൊമാറ്റോ പോലത്തെ അല്ല, ഇത് നല്ല രസമാട്ടോ. ഇതിങ്ങനെ ഇത് കഴുകി വെച്ചാണെന്ന് തോന്നുന്നു. ഇത് ഭയങ്കര മധുരമാണ്, നല്ല പഴുത്ത ടേസ്റ്റാണ്. ഇതൊക്കെ നമ്മുടെ മെയിൻ സാധനങ്ങളാണ്. അതുപോലെ ഒലിവ് ഓയിൽ, ഉപ്പ്, നമ്മുടെ ബാസ്ലി, ഇത് മഷ്റൂം ഇട്ടാ. നമ്മളിന്ന് വെജിറ്റബിൾ സാധനമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതേ നമ്മുടെ മഷ്റൂം ഉണ്ട്, മഷ്റൂമൊക്കെ കുറച്ചുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒലിവ് ഉണ്ട്, സോസുകളുണ്ട്, ചീസ് ഉണ്ട്, പിന്നെ മല്ലി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സാധാരണ ചീസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതിനെല്ലാം പുറമെ ഡോ ഉണ്ടാക്കാനായിട്ട് ഇത് ഇത്രയും അധികം മൈദയുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മൾ എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ ഈ പച്ചക്കറികൾ ഇങ്ങനെ ഇരുന്ന കാര്യമില്ല, ഇവരെ നമുക്ക് അരിഞ്ഞ് സെറ്റാക്കി സൂപ്പറാക്കി എടുക്കണം. അപ്പോഴേ നമ്മുടെ പച്ചക്കറികൾ എന്നൊക്കെ പറഞ്ഞാൽ കാണാനുള്ള ഭംഗിയാണെങ്കിലും ഈ സംഭവമൊക്കെ ഇല്ലേ, എത്രത്തോളം കെമിക്കൽസ് ഒക്കെ അടിച്ചിട്ടുണ്ട് വന്നെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നല്ലോണം കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം പോരട്ടെ മോനെ. ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. കഴുകി നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി എടുക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ കഴുകിക്കോ നല്ല വൃത്തിയായി വരണം കേട്ടോ. ചുവന്ന ക്യാപ്സിക്കം കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ആഹാ, അങ്ങനെ തക്കാളിയും കഴുകിയെടുക്കാണ്. ഇനി ഇതേ ബ്രോക്കോളി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇത് നല്ലോണം കഴുകണേ, അത്യാവശ്യം നല്ല രീതിക്ക് മരുന്നൊക്കെ അടിച്ച് വരുന്ന സാധനമാണ്. അപ്പോൾ നമ്മുടെ പച്ചക്കറി അരിയിൽ തുടങ്ങിയാണ്. നേരെ നമ്മുടെ ക്യാപ്സിക്കത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ എല്ലാവരും ക്യാപ്സിക്കം ആണോ അവിടെ? നല്ല ഭംഗിയുള്ള ക്യാപ്സിക്കം കേട്ടോ. ഇത് അരിയാനൊരു മെത്തേഡ് ഉണ്ട്. ഇതിങ്ങനെ അങ്ങനെ കറക്കി നമ്മളധികം വേസ്റ്റ് ഒന്നും വരാത്ത രീതിയിൽ ഇങ്ങനെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നല്ല റിങ്ങായിട്ട് കിട്ടും കേട്ടോ. കണ്ട ഇങ്ങനെ വട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അത് നീളത്തിൽ വെച്ച് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. കണ്ട, ഞാൻ ആദ്യമൊക്കെ ഈ പച്ച ക്യാപ്സിക്കം മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചുമപ്പായി മഞ്ഞയായി നീ ഏത് കളറൊക്കെ വരുമോ, പല വർണ്ണങ്ങളിലേക്ക് എത്തുമെന്ന് തോന്നുന്നു. ഇത് മൊത്തം നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വലിയ പീസ് ചെയ്തുകൊണ്ട് എല്ലാ സാധനങ്ങളും വലുതാക്കി തന്നെ നമ്മൾ ഇടണം. വലുതാക്കി തന്നെ വെച്ചാൽ കുറേ വേണം, എന്നാലേ നമ്മുടെ പിസയിലേക്കുള്ള സാധനങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പം ഇനി സമയം കളയാനില്ല കേട്ടോ. നമ്മൾ ഇപ്പം തുടങ്ങിയാലേ എല്ലാം അരിഞ്ഞ് നമ്മുടെ വൈകിട്ടാകുമ്പോഴേക്കും പരിപാടി തീർത്ത് പിസ തിന്നാൻ പറ്റുള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് കുറേ പിസ കഴിക്കാന്നുള്ള കാര്യം മാത്രമാണ്. എന്തായാലും നമ്മളിത് നല്ല കിടുക്കാച്ചി ക്യാപ്സിക്കങ്ങൾ കേട്ടോ. ഇത്ര നല്ല ഫ്രഷ് സാധനം കിട്ടാറില്ല. ഇത് ഞാനിവിടെ ചുമപ്പണി ചെത്തണമെങ്കിൽ ഇവിടെ വരുന്നത് പച്ച, ഇവിടെ വരുന്നത് മഞ്ഞ. ഇത് എടാ മഷ്റൂം അരിഞ്ഞു തുടങ്ങിയടാ, നോക്കിയാൽ നല്ല രസമായിട്ട് ട്രീ പോലെ കണ്ട. ബട്ടൺ മഷ്റൂം നല്ല ക്രിസ്മസ് ട്രീ പോലെ. ക്രിസ്മസ് ട്രീ അല്ലല്ലോ അത്, ഏതോ ഒരു ട്രീ പോലെ ഉണ്ട്. നല്ല രസമുണ്ടോ കാണാൻ. നമ്മളിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ മീറ്റാണ് കൂടുതൽ ഇടാറ്, പക്ഷേ ഇന്ന് നമ്മൾ ഇച്ചിരി ഹെൽത്തി ആക്കാനായിട്ട് ഇതൊക്കെ നോക്കിയേ നല്ല അടിപൊളി ചീസും അതുപോലെ നല്ല മഷ്റൂമൊക്കെ ഇട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇതേ നമ്മുടെ അരിഞ്ഞ ക്യാപ്സിക്കം
മാറ്റി മാറ്റി പിന്നെ അരിഞ്ഞു കൊടുക്കാം. അപ്പോഴേ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ശരിക്കും ഒതൻറ്റിക് ആയിട്ടുള്ളൊരു പിസ്സ അല്ല കേട്ടോ, ഒരു ഇന്ത്യൻ സ്റ്റൈലാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒതൻറ്റിക് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അവരുടേതായ ഒരു ഫ്ലേവർ ഉണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴും ഇന്ത്യക്കാർ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് എപ്പോഴും സെറ്റാക്കാറ്. കാരണം നമ്മുടെ ടേസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് ബഡ്സ് ബൂസ്റ്റ് ചെയ്യാനുള്ള ടേസ്റ്റാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പരിച്ചിലുകൾ കഴിയണത് നേരെ നമ്മൾ പാത്രത്തിലേക്ക് തട്ടിയിടണ്ട. വീണ്ടും തട്ടുന്നു, ഇടുന്നു, അരിയുന്നു. ഇനി നമുക്ക് ചെറിയ ടൊമാറ്റോ കട്ട് ചെയ്താലാ. നമ്മളെ ചെറിയ ടൊമാറ്റോ നല്ല പഴുത്തതാട്ടാ. അപ്പോൾ ഇത് ആകെ നമ്മളിത് 2 പീസ് ആക്കുന്നുള്ളൂ. ഒരെണ്ണം കണ്ട, ആകെ ഇച്ചിരി കോളം ഉണ്ടാവുള്ളൂ. ഈ ടൊമാറ്റോ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. നമ്മുടെ ചെറിയ ടൊമാറ്റോ നല്ല മധുരമായിട്ട് ഇടയ്ക്ക് നമ്മളിങ്ങനെ ഓരോന്ന് കഴിക്കാനൊക്കെ കൊള്ളാം. സംഭവൻ്റെ പേര് ഇംഗ്ലീഷിൽ ചെറിയ ടൊമാറ്റോ ആണെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ മണിത്തക്കാളി എന്നിട്ടാ പറയാ. അങ്ങനെ ക്യാമറ പിടിച്ച് മടുത്ത പ്രവീൺ മച്ചാന്റെ ഇപ്പോ പച്ചക്കറി അരിയിലേക്ക് വന്നിരിക്കുകയാണ്. പ്രവീൺ മച്ചാനെ, എങ്ങനെയുണ്ട് പച്ചക്കറി അരിയല്? അപ്പൊ ഇനി തൊട്ട് ഞാൻ ക്യാമറ പിടിക്കാം, നീ പച്ചക്കറി അരിഞ്ഞോളോ? ഉറപ്പാണോ? അതെ, ഒരുത്തൻ ഇവിടെ കിടപ്പ. എന്താ പറ്റിയടാ നിനക്ക്? വയ്യേ? പിന്നെന്ത് കിടക്കണേ? കംഫർട്ടബിൾ ആണോ? പിന്നെ നമ്മുടെ ചെറിയ തക്കാളി അരിയാട്ടാ. എന്റെ പേരെന്തുട്ടാ? ചെറിയ തക്കാളി അല്ലേ? എന്റെ പേരുണ്ട് മണിത്തക്കാളി അല്ലേ? ടൊമാറ്റോ കുഞ്ഞി തക്കാളി. ഓക്കെ. കിട്ടായി സാധനം കടയിന്ന് അതല്ല നമ്മുടെ നാട്ടിൽ അവിടെ സാധനം കിട്ടാ. കടയിന്ന് പറമ്പി അതല്ലേ ചോദിച്ചത്? ഇത് ഇവിടെ എവിടെയും കണ്ടിട്ടില്ല, അതുകൊണ്ടല്ലേ ചോദിച്ചത്. വലിയ തക്കാളി ഞാൻ പറമ്പിൽ കണ്ടിട്ടുണ്ട്, ഈ ചെറിയ തക്കാളി ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. അത് കണ്ടിട്ട് കാര്യമില്ല, ഈ സാധനം അധികം കിട്ടാറില്ലല്ല. നിനക്കിപ്പോ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഇത് കിട്ടിയ എല്ലാ കടയിലും മന്നം. ഇനി നമ്മൾ സാധാരണ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത സാധനമാണ് നമ്മുടെ ബ്രൊക്കോളി പൂവാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തണ്ട് നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ പൂവ് മാത്രമേ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇനി നമുക്കിതിനെ ചെറിയ പോർഷൻസ് ആക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ തണ്ട് അരിഞ്ഞിട്ട് നമ്മളിങ്ങനെ അടത്തി കൊടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ. അങ്ങനെ നമ്മുടെ അരിച്ചില് പരിപാടിയൊക്കെ ഒരു ഇത് ഒതുങ്ങി തുടങ്ങിയിട്ടാ. അടുത്തത് നമ്മുടെ ഡോ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ കുറെ നേരത്തെ പണിക്ക് ശേഷം നമ്മുടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പിസ്സയ്ക്ക് വേണ്ട ഡോ നമ്മൾ തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ ഇത് കുഴയ്ക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ എന്നത്തെ പോലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതിൽ വരുന്നത് മൈദയാണ്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മൈദ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ശുദ്ധമായ മൈദയാണ്. ഇനി ഇത് നമ്മുടെ ഡോക്കുള്ള മെയിൻ സാധനം ഈസ്റ്റാണ്. നമ്മുടെ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിടണേ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഉപ്പിൻ്റെ പോലെ തന്നെ ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കണം നമുക്ക്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. തുടങ്ങിക്കോമനെ. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ മറച്ച് അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ ഈ ഇട്ട ഉപ്പും പഞ്ചസാരയും ഈസ്റ്റും ഒക്കെ നല്ല രീതിക്ക് മിക്സ് ആവണേ, എന്നാലേ ഇത് പൊന്തി വരുള്ളൂ. അപ്പോൾ അതേ സംഭവം നല്ലോണം മിക്സ് ആയില്ലെങ്കിൽ എല്ലായിടത്തേക്കും ഇത് ആ ഡോയുടെ പൊന്തൽ കറക്റ്റ് ആവില്ല. ഇനി ഇതേ നമ്മൾ വെള്ളം ഒഴിച്ച് നല്ല പരുവത്തിലാക്കി എടുക്കാൻ പോവാണ്. മോനെ വെള്ളം പുരട്ടിട. ആയി കൂടുതലായി കഴിഞ്ഞ് നമ്മൾ കഞ്ഞി കുടിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. അങ്ങനത്തെ നമ്മുടെ മാവ് അത്യാവശ്യം നമ്മൾ സെറ്റാക്കി കുഴച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പരുവത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അതിന് വെച്ചാൽ നമ്മുടെ ഡോ ഉണ്ടാക്കി വെച്ചത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഒന്ന് റൈസായി വരുന്നുണ്ട്. പിന്നെ വെച്ചാൽ നമ്മുടെ വലിയ പീസ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇത് ചൊരിഞ്ഞങ്ങൾ ഇട്ടാലാ. അപ്പോൾ അതെ പാത്രം വന്നു. ഇനി നമുക്ക് ഇതിൽ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ നമുക്ക് ഒന്ന് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, നമ്മുടെ പിസ്സ അടുക്കി പിടിക്കാതിരിക്കാൻ. അപ്പം ഇനി ഇതേ നമ്മുടെ പിസ്സയുടെ ഡോ നമ്മൾ ഇതിലേക്ക് ഇട്ട് പരത്താൻ പോവാണേ. അപ്പം കയ്യും എണ്ണയൊക്കെ തേച്ചു മക്കളെ, പണി തുടങ്ങിക്കോ. മറ്റേ ഇതിലടാ ആടില് പണിയെടുക്കൂല്ലേ, അതുപോലെയാണ് നമ്മുടെ ഡോ മൊത്തത്തിൽ നമ്മൾ പരത്തി സെറ്റാക്കണം ഇവിടെ. ഇനി നമ്മുടെ ഡോയുടെ മുകളിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഓ മെയിൻ ഷെഫ് വന്നൂടാ, പിടിച്ചേ. ഷെഫ് വന്നു. ഷെഫ് ഇതൊന്ന് പരത്തിയേ. റോഡ് വൃത്തിയുടെ സൗണ്ട് ഒക്കെ വന്നടാ. നീ ഉണ്ടാക്കിയതത്. അപ്പതേ ഇനി നമ്മുടെ സംഭവം നല്ലോണം നമ്മൾ പരത്തി സെറ്റാക്കി കൊടുക്കുകയാണ് ഇവിടെ.
ചെറിയ ഇടയ്ക്ക് പാച്ചൊക്കെ ഒന്നുണ്ട്, അതൊക്കെ നമ്മൾ കൈ കൊണ്ട് തന്നെ സെറ്റാക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ പിസയ്ക്കുള്ള ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ അടുപ്പിൽ പാത്രം വെച്ചു. ഇനി ഇതേ ആവശ്യത്തിനുള്ള തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കത്തിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇട്ട് നമുക്കിനി തക്കാളി നല്ലോണം വേവിച്ചെടുക്കണേ. അങ്ങനെ തക്കാളിയൊക്കെ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. മൂടി വെച്ച് വേവിക്കാട്ടാ. അപ്പം ഇനി നമ്മുടെ വേവിച്ചെടുത്ത തക്കാളി നമ്മൾ വസ്ത്രാക്ഷേപം നടത്തുകയാണേ. പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ തക്കാളി വസ്ത്രാക്ഷേപം. അപ്പോൾ നമ്മൾ നല്ല ചൂട്. അപ്പോൾ തൊലി കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി നമ്മളിതിനെ ചതച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു പ്രത്യേക ശബ്ദമൊക്കെ വരുന്നു കണ്ട. നല്ല അടിപൊളിയായിട്ട് ചതച്ചെടുക്കുക നമ്മൾ കണ്ട. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പ്യൂരി സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. ഇവിടെ ശരിക്കില്ലേ ഇപ്പോൾ തക്കാളിയുടെ ഇല്ലേ ആ ഒരു വെന്ത ഒരു പ്രത്യേക മണമില്ലേ, അതാണിപ്പോൾ ശരിക്കും നമ്മുടെ പിസയുടെയൊക്കെ ടേസ്റ്റ് കൊടുക്കണതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാ നമ്മുടെ ഈ ടൊമാറ്റോ പ്യൂരി. ചിലത് പഴുക്കാൻ ഇച്ചിരി താമസമുള്ളത്, ഉടയ്ക്കാൻ ഇച്ചിരി ടൈറ്റുണ്ടേ. അങ്ങനെ നമ്മുടെ ഡോ ഒക്കെ നിരത്തി കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കുള്ള സെറ്റപ്പുകൾ അങ്ങോട്ട് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ടൊമാറ്റോ പ്യൂരി എന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ കുറച്ച് ടൊമാറ്റോ പ്യൂരി എടുത്ത് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കണേ. ഇനി നല്ലോണം ഇത് എല്ലായിടത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഇനി സാധനങ്ങൾ ചേർത്ത് തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചീസിൽ നിന്നാണ് തുടങ്ങുന്നത്. ചീസ് ബ്ലെൻഡാണ് നമ്മൾ ഇടുന്നത്. അതിനുശേഷം മൊസറല്ല ചീസ് വരും. അപ്പോൾ നമ്മുടെ ചീസ് ബ്ലെൻഡ് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയ ഒരു റിച്ച് ഫ്ലേവർ അതിന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചീസ് ബ്ലെൻഡ് നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത്. സാധനം ഇല്ലേ, രക്ഷയില്ലാത്ത ടേസ്റ്റുള്ള സാധനം ഉണ്ടായി ചീസ് ബ്ലെൻഡ്. ഇനി അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് മൊസറല്ല ചീസാണ്. ഇത് മെയിൻ സാധനം കേട്ടോ. അപ്പോൾ നമ്മുടെ മൊസറല്ല ചീസ് എടുത്ത് നേരെ നമ്മളിത് ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഒരു ലെയർ പരത്തി കൊടുക്കുകയാണ്. നല്ല അടിപൊളി സാധനം ഇതില്ലേ റെഡിയായി കഴിയുമ്പില്ലേ നമുക്കിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അങ്ങനെ നൂല് വരൂലേ, ഇതിങ്ങനെ വലിഞ്ഞ് ആ സെറ്റപ്പിനുള്ള സാധനം ഉണ്ട് ഇത്. അപ്പൊ ഇനി അടുത്തതായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത് പച്ചക്കറികളാണ് അല്ലേ. പച്ചക്കറി അപ്പോൾ മണിത്തക്കാളിയും തുടങ്ങിക്കോ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ തക്കാളി എടാ അത് കുറച്ച് നമുക്ക് വിരിച്ചൊക്കെ ഇടണോട് ഇതിങ്ങനെ ഇവിടെ കള്ള. അപ്പോൾ അത് കഴിഞ്ഞാൽ വരുന്നത് പച്ച ക്യാപ്സിക്കം. മഞ്ഞ മഞ്ഞ പറഞ്ഞ മഞ്ഞ 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 ചൊമ്പ ചൊമ്പ ചൊമ്പ. ഒരാൾ വിട്ടോയി ബ്രോക്കോളി, ഹെൽത്തി സാധനം ബ്രോക്കോളി. പിന്നെ അത് മറ്റേ സവാള ഇടണം കേട്ടോ ഫ്ലേവർ കിട്ടാനായിട്ട്. എടാ ഇവിടെ നിന്ന് കിട്ടണമെന്ന് ഭയങ്കര ഭാഗ്യവാനാണ്, നിറച്ച് തക്കാളി ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ അത്തപ്പൂക്കൾ ഇടണ പോലെ നമ്മളിത് ഇങ്ങനെ ഇട്ടെന്ന് ഇറക്കിയാണ്. അപ്പോൾ ഇതെല്ലാം ഹെൽത്തി സാധനങ്ങളാട്ടോ. കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. കുക്കുംബർ ഇട്ടില്ലേ പറപ്പിക്ക് കുക്കുംബറിനെ. അങ്ങനെ അവസാന പിടി പച്ചക്കറി എന്ത് ചെയ്യും നമ്മൾ ഇട്ട് തീർത്തു. അങ്ങനെ ഇത്ര അധികം ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് വന്നപ്പോൾ തന്നെ കാണാൻ എന്താ രസം നോക്കി. ഇത്ര കളർഫുൾ ആയിട്ടുള്ള പിസ്സ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇനി ഇതിൻ്റെ കളർ കളയാനുള്ളൊരു സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ എന്നാൽ അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്, വേറൊന്നുമല്ല നമ്മുടെ മഷ്റൂം. അപ്പോൾ ഇതും കൂടി വന്നാലേ ഇതിൻ്റെ ഒരു പവർ ആവുള്ളൂ. അപ്പോൾ കുറച്ച് മഷ്റൂം എടുത്ത് നമ്മളിത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ മഷ്റൂമും എല്ലായിടത്തേക്കും പരന്നെത്തുന്ന രീതിയിൽ നമ്മൾ ഇട്ടിട്ട് കൊടുക്കുകയാണ്. പ്രവീൺ മച്ചാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാ എന്ത് മഷ്റൂം. കൊന്തോണ് അവൻ ഇതുവരെ തിന്നിട്ടില്ല, എന്നിട്ട് വെറുതെ പറയണേ. എനിക്ക് നാണം ഉണ്ടാ വീഡിയോക്ക് വേണ്ടി തോണ പറയാൻ. ഇനി നമുക്ക് ഒലീവ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒലീവ്സ് എടുത്ത് ഒലീവ്സിൻ്റെ വെള്ളമല്ലേ വീണേ, നമ്മളിത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഭയങ്കര ടേസ്റ്റായിട്ട് ഈ സാധനമില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒലീവ്സേ. ഇനി ബ്ലാക്ക് ഒലീവ്സ് ആണേ, സംഭവം റിച്ചാവട്ടെ. കണ്ട ബ്ലാക്ക് ഒലീവ്സ് വീഴുമ്പോൾ വരുന്ന രസം നോക്കി. ഇനി നമുക്കിത് ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പാസ്ലി ഇട്ട് കൊടുക്കാം. എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഇടണം കേട്ടോ. ഇനി ഇത് നമ്മുടെ കരി കത്തിക്കാനുള്ള പരിപാടി നോക്കാം. നല്ല അടിപൊളി കരി എടുത്ത് നമ്മളിത് കത്തിച്ചെടുക്കാൻ പോവാണ്.
അങ്ങനത്തെ നമ്മുടെ കൈയൊക്കെ കത്തിക്കാനിട്ടത് അത്യാവശ്യം സെറ്റായി വരും. എൻ്റെ അമ്മേ കൈ കരിയുന്നുണ്ട്, സെറ്റായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പിസയിലേക്ക് ബാക്കി ഒരാളോട് വരാറുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മൊസറല്ല ചീസ് എടുത്ത് നേരെ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. ആയി ഇതുകൂടി കഴിഞ്ഞ സംഭവം നമുക്ക് കയറ്റാട്ടാ. അതേ നമ്മുടെ അടിപൊളി ചീസും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. നമുക്ക് കുറച്ച് സ്പൈസി ആക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ്. ഇത് നമുക്ക് കുറച്ച് ഇതേ ഇങ്ങനെ തൂവി ഇട്ട് കൊടുക്കാം കേട്ടാ. അപ്പം ഇനി മച്ചാമാരെ കുക്കിങ്ങിന് കയറ്റാണ്. ഇനി സംഭവം ഒന്ന് മൂടി വെക്കാം നമുക്ക്. മച്ചാമാരെ പണി പാളിന്ന് തോന്നണേ. നല്ലൊരു മഴ വരുന്നുണ്ട്. എന്തായാലും ഒരു 5 മിനിറ്റ് വേവ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇറക്കി വെച്ച മുകളിൽ ദമ്മിടാം. ഓ എൻ്റെ അമ്പോ, ഇപ്പൊ തന്നെ പിസയുടെ മണം വരുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിൽ ദമ്മിടാം. അപ്പം ഇനി നമ്മുടെ ദമ്മിടാനുള്ള പരിപാടി നോക്കാണ്. കരി എടുത്ത് നേരെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ നമ്മളിനി മൊത്തം നമ്മുടെ മുകളിലിട്ട കനലൊക്കെ നല്ലോണം പരത്തി സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ മഴ വന്നേക്ക് മുമ്പ് സംഭവം സെറ്റാക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ മൊത്തം കനൽ നമ്മൾ വാരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ പൊള്ളിയാണ്. നമ്മൾ എന്തായാലും ഇത് കഴിച്ചിട്ട് പോവുള്ളൂന്ന്. എന്താ ഈ വെച്ചോ അങ്ങനെ നമ്മുടെ പിസ്സ എന്തായി നോക്കാം നമുക്ക്. അപ്പം മച്ചാന്മാരെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മഴയ്ക്ക് മുമ്പ് നമ്മളുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. മണമൊന്നും ഒരു രക്ഷയില്ല. ഈ പരിസരത്ത് നിൽക്കാൻ പറ്റാത്ത അത്ര മണം. നല്ല അടിപൊളി സാധനം. പ്രവീൺ മച്ചാനെ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സാധനങ്ങൾ മുറിച്ച് കഴിച്ചാലോ? അപ്പൊ ഓക്കെ, എവിടെ നിന്ന് വേണം നിനക്ക് പിസ്സ? അവിടെ നിന്ന് വേണം, ഇവിടെ നിന്ന് വേണം, ഇവിടെ നിന്ന് വേണം. ഓക്കെ, അപ്പൊ പ്രവീൺ മച്ചാൻ പറഞ്ഞനുസരിച്ചത് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ പിസ്സ കട്ട് ചെയ്യാണ്. അതേ നമ്മുടെ പിസ്സ ഇനി കട്ട് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. ആഹാ, പ്രവീണ് ചെറിയ പീസ് വേണോ വലിയ പീസ് വേണോ? വലിയ പീസ്. ഓക്കെ, വലിയ പീസ് എടുത്തരാം. ഇതുകൊണ്ട് തന്നെ നമുക്ക് പൊക്കാൻ പറ്റും നോക്കാം. ഓ ആ മോനെ, ചൂട് പിസ്സ. മോനെ മോനെ മോനെ, ഔ ആവി പറക്കാണ്. പ്രവീൺ മച്ചാന് കൊടുക്കട്ടെ, ഒന്ന് പിടിച്ചോനെ. അപ്പോൾ പ്രവീൺ മച്ചാന് നമ്മൾ പിസ്സ കൊടുക്കാൻ പോവാണ്. ക്യാമറ ഒന്ന് വാങ്ങിച്ചേ. ഇത്ര നേരം കൊതി കിട്ടിയിട്ട് നടന്ന മുതലാണ്. പ്രവീൺ മച്ചാനെ കഴിച്ചോ. നല്ല ചൂടുണ്ട്, ചൂട് സാധനം കടിച്ച് പറക്കണ്ട്. ചീസ് വലിയട്ടെ. കിട്ടു സാധനം. ഇതേ കൊള്ളാം മോനെ, കൊള്ളാം. ഇനി ഒന്നും നോക്കണ്ട, കഴിച്ചു തീർത്തോ. മഴ ചതിച്ചു, പക്ഷെ പിസ്സ ചതിച്ചില്ല. എവിടേക്കോ ചെറുതായിട്ടൊന്ന് അടി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ടേസ്റ്റ് ഉഗ്രൻ, സൂപ്പർ സാധനം. നല്ല ഫ്ലേവർ ഉണ്ടല്ലേ? ഫ്ലേവർ ഉണ്ടാണോ? അപ്പോൾ ഇനി പീസുകൾ ഓരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. പിസ്സ 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 പിടിച്ചിട്ട് വിടാനുണ്ട്. അടുത്ത പീസ്. ഗണപതി, കൊട പിടിച്ചിരിക്കുന്ന ഗണപതി. അമ്പോ, ചൂട്. ഇത് ഭയങ്കരമായിട്ടൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊരു ഷെയ്ഡ് വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. സംഭവല്ലേ, ഒരു രക്ഷയില്ല മക്കളെ. ഇത് നിൽക്കും മുഴുവനുള്ളതാണ്. ഇത് നമ്മൾ കഴിച്ചു തീർക്കണം. സാപ്പിട്. പ്രവീൺ മച്ചാനെ, ഇനി എന്തോരം വേണമെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അടുത്ത ആള്. ചെറിയ പീസ് പിസ്സ കഴിക്കാൻ നമുക്ക്. ഇത് മൊത്തം നിനക്കട കൂട്ടാ.
2 ദിവസത്തേക്ക് വേറൊരു ഭക്ഷണം കഴിക്കരുത്, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി അടുത്തത് നമ്മുടെ കിരൺ മച്ചാനാണ് കേട്ടോ. കിരൺ മച്ചാന് ഉള്ള പിസ്സ. മഴയത്ത് നല്ല ചൂടൻ പിസ്സ മോനെ, വൈബ്. ബാക്കിയുള്ളത് നമ്മുടെ പിള്ളേർ കുറച്ചു നേരം കഴിയുമ്പോൾ മഴയൊക്കെ മാറണമെങ്കിൽ വരും, അല്ലെങ്കിൽ നമ്മൾ അവർ കൊണ്ടുപോയി കൊടുക്കൂട്ടാ. നോക്കി മോനെ, എന്തൊരു രസം കാണാൻ. അതൊക്കെ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇത് കണ്ട, ആ ഒരു ചെറിയ പോർഷൻ മാത്രം ബ്രൗൺ ആയിട്ടുള്ളൂ, ബാക്കി എല്ലായിടത്തും പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട്. അവസാനം എനിക്ക് ആ വലിയ പീസ് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വലിയ പീസ് പിസ്സ നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. പ്രവീൺ മച്ചാനെ, പുതിയ ഉണ്ട് കണ്ടിട്ട് ഇങ്ങനെ കഴിക്കാം. പിസ്സ. അപ്പം മച്ചാന്മാരെ, സംഭവം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ പിസ്സ ഒരു രക്ഷയില്ല. ഞാൻ പാളി പോവോന്ന് പ്രതീക്ഷിച്ച ഒരു സാധനമാണ്. ഒരു 50% പാളോന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഈ സാധനം ഇല്ലേ, ഇതേ മോനെ പൊളിയായിട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് കഴിക്കാം, പച്ചക്കറിയൊക്കെ കൂട്ടി. കിടു മോനെ, കിടു. കണ്ട, നല്ലോണം കുക്കായിട്ടുണ്ട്. വെച്ചാലേ മോളിത്തെ ചീസ് ഞാൻ എടുത്തരട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ചീസ്. എങ്ങനെയുണ്ട് ചീസ്? ചീസ് അടിപൊളി. അതിന് ഞാൻ ചീസല്ല ബണ്ണെടുത്ത് തന്നു. ബണ്ണ് അടിപൊളി. എടാ ചൂടാക്കിയപ്പില്ലേ ആ ചീസ് താഴേക്ക് പിടിച്ച് എത്തിയായിരുന്നില്ലേ, അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അതെ കണ്ട, ക്രീമൊക്കെ ഇങ്ങനെ മുക്കിയിട്ട്. ഇപ്പൊ കഴിച്ച ക്രീം എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ക്രീം. അതായിരുന്നു ചീസ്. സംഭവം സെറ്റ്, ഒരു രക്ഷയില്ല. ഗണപതിക്ക് ആദ്യം കൊടുത്തത് പോരാ, നമ്മൾ നല്ലോണം കൊടുക്കണം. ഇവനാണ് നമ്മുടെ ഐശ്വര്യം കേട്ടാ. ഇവന് ആദ്യം കൊടുത്ത ഫുഡുകളൊന്നും പിന്നീട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പാളാറില്ല. അതെന്തൊരു വല്ലാത്ത ഐശ്വര്യമാണ്. പിന്നെ ഇവനുള്ള ദിവസങ്ങളിലെ ഫുഡും ഇതുവരെ പാളിയിട്ടില്ല. അപ്പോൾ അതെ, എന്താ ഒരു ഇത്. ഇതേ ചീസൊക്കെ ചെറുതായിട്ട് മുകളിൽ കട്ട് ചെയ്ത് തുടങ്ങി. മൊസറല്ല, അടിപൊളി. അപ്പോൾ മഴയത്ത് നിന്നാണെങ്കിലും നല്ല ചൂടൻ പിസ്സ, വല്ലാത്തൊരു മൂടാണ് സംഭവം. എന്തായാലും ഭയങ്കര ഹാപ്പി. നല്ല മഴയത്ത് നിന്ന് ഇടുക്കാച്ചി മഴ മൊത്തത്തിൽ വീഴാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഔട്ടറൊക്കെ ഇച്ചിരി ഒന്ന് പാളിപ്പിച്ചാണ് വിടണേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കണം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഈ ഒരു പിസ്സ എന്തായാലും നല്ല സക്സസ്. ഇനിയുണ്ട്, ഒരുപാട് പിസ്സ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുകയാണ്. ഇതുപോലത്തെ ബിഗ് സൈസ് ജൈന്റ് ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ വെച്ച് പ്രവീൺ, അതുപോലെ ടീം എം ഫുഡ് ടെക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജോസഫ് സൈനിങ് ഔട്ട്.